ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ L&Tയുമായി ധാരണയായി. ഫേസ് ആപ്പ് സംവിധാനം ഉടൻ നടപ്പിലാകും. ഭക്തർക്ക് സുഖദർശനത്തിനുള്ള പദ്ധതികൾ അടങ്ങിയ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് ആഗോള പ്രശസ്തമായ L&T കമ്പനിയുമായി ഗുരുവായൂർ ദേവസ്വം ധാരണയായതായി ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ടിൽ നിന്നും മാസ്റ്റർ പ്ലാനിലെ പദ്ധതി നടത്തിപ്പിന് സഹായം നൽകാനുള്ള സന്നദ്ധതയും L&T വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. L&T വന്ന് അതിന്റെ ചെയർമാൻ ഇവിടെ വന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ചെയ്യുന്നതോടൊപ്പം അവരുടെ CSR ഫണ്ടിൽ നിന്ന് ആ വികസനത്തിന് ഒരു വലിയ തുക സംഭാവന ചെയ്യാനും തയ്യാറാണ് എന്ന് L&T അറിയിച്ചിരിക്കുന്നു. പിന്നെ ഇവിടുത്തെ ക്യൂ സിസ്റ്റത്തിൽ നമ്മളിപ്പോ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുതിയ ആപ്പ് ഉണ്ടാക്കി ആ ക്യൂ സിസ്റ്റത്തിൽ വിഷമം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന പുതിയ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്ന വിവരസാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ നമുക്ക് പുതിയ ദർശനത്തിന് സൗകര്യം ഉണ്ടാകുന്നവരെ ഇതിലേക്ക് വരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് 46 കോടി രൂപ മുടക്കി മനോഹരമായ ഷോപ്പിംഗ് കോംപ്ലക്സ് തീർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഇവിടുത്തെ ഫയർ സ്റ്റേഷൻ 4.2 കോടി രൂപ മുടക്കി അത് ആധുനികവൽക്കരിക്കപ്പെട്ട് ഇപ്പോൾ 2 മാസം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം കൂടി ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ പുതിയതായി സൂചിപ്പിക്കപ്പെട്ട കാര്യം. ഗുരുവായൂരിൽ ദേവസ്വം പൂന്താനം ദിന സാംസ്കാരിക സമ്മേളനവും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്യൂക്കോ പ്ലസ് പൂർത്തിയാകുന്നതുവരെ ക്ഷേത്ര ദർശനം വേഗത്തിലാക്കാൻ ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്ന് ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. വരി നിൽക്കുന്ന ഭക്തർക്ക് സുഗമമായ ദർശനത്തിന് ഈ സൗകര്യം സഹായകമാകും. ദർശനത്തിന് കാത്തിരിക്കുന്നവർക്ക് ശ്രീ ഗുരുവായൂരപ്പനെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളും പാട്ടുകളും കേൾക്കാനുള്ള സംവിധാനവും കിഴക്കേ നടയിൽ ലഭ്യമാക്കും. ഇതര ക്ഷേത്രങ്ങൾക്ക് ധനസഹായം നൽകുന്ന ഗുരുവായൂർ ദേവസ്വം നിലപാട് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. 2023-2026 വർഷങ്ങളിലെ ജ്ഞാനപ്പാന പുരസ്കാരങ്ങൾ യഥാക്രമം പ്രൊഫസർ V. മധുസൂദനൻ നായർ, വൈക്കം രാമചന്ദ്രൻ എന്നിവർക്ക് മന്ത്രി സമ്മാനിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മനോജ് B. നായർ എന്നിവർ സന്നിഹിതരായി. അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ VR മുരളീധരൻ പുരസ്കാര സ്വീകർത്താക്കളെ പരിചയപ്പെടുത്തി. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ സ്വാഗതവും C. മനോജ് ചടങ്ങിന് നന്ദി പറഞ്ഞു. പുരസ്കാര സ്വീകർത്താക്കൾ മറുപടി പ്രസംഗവും രേഖപ്പെടുത്തി. 14 ജില്ലകളിലെ 1521 ക്ഷേത്രങ്ങൾക്കും 9 വേദപാഠശാലകൾക്കുമായി 10 കോടിയോളം രൂപയുടെ ധനസഹായം ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. പൂന്താന ദിനാഘോഷ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് മന്ത്രി സമ്മാനങ്ങൾ നൽകി.